Hello everyone, welcome to the Conversation Skills Part 2. Today we are going to discuss about greeting and wishing a person. See, we all know that most of us begin a conversation by greeting a person, right? We begin by greeting like, hey, how are you? How's it going? Or we say, what's up? Or we begin a conversation with a pleasant smile by telling good morning, isn't it? So today we are going to look at some of such phrases which a person can employ before he or she starts a conversation. So we'll also look into some phrases which will help you to convey your regards or wishes to someone whom you care or whom you love. Okay. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് കോൺവെർസേഷൻ സ്കിൽസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രീറ്റ് ചെയ്യാനും ഒരാളെ വിഷ് ചെയ്യാനുമുള്ള കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. Normally people start a conversation with a handshake or a high five, right? Here are some useful phrases which you can use when you start a conversation. പിന്നെ ഞാനിവിടെ നോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ നോട്ട്സായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ നോട്ട്സിന് പുറമെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നോട്ട്സ് ഇസ് ഓൺലി എ ബേസിക് തിങ്. ഓക്കെ, സോ normally people start a conversation with a handshake or a high five, that you know. And you can നമ്മളൊരാളെ കാണുമ്പം you can start a conversation or you can greet someone saying, hey Rima, what have you been up to, or how's it going, hey what's up. നമുക്ക് വാട്സാപ്പ് അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു വേ ഓഫ് ഗ്രീറ്റിംഗ് ആണ്. ഹേ വാട്സാപ്പ്, ഹൗസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാം, ഹൗ ആർ യു, വാട്ട് ഹാവ് യു ബീൻ അപ് ടു. വാട്ട് ഹാവ് യു ബീൻ അപ് ടു അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു ടേമാണ്. വാട്ട് ഹാവ് യു ബീൻ അപ് ടു, വാട്ട് ഡസ് ദാറ്റ് മീൻ? വാട്ട് ഹാവ് യു ബീൻ അപ് ടു എന്ന് ഒരാൾ ചോദിക്കുകയാണ്. ഇറ്റ് മീൻസ് വാട്ട്സ് ഹാപ്പനിങ്. നമ്മൾ കുറേ ഒരു 2 വീക്സോ അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. സോ യു ക്യാൻ ആസ്ക്, ഹേയ് വാട്ട്സ് ഹാപ്പനിങ്, അല്ലെങ്കിൽ വാട്ട് ഹാവ് യു ബീൻ അപ് ടു, അതായത് വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദീസ് ഇയേഴ്സ് അല്ലെങ്കിൽ ദീസ് വീക്സ്, നീ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്ട്സ് ഹാപ്പനിങ് അല്ലെങ്കിൽ വാട്ട് ഹാവ് യു ബീൻ അപ് ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ചോദ്യം ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ യു റെസ്പോണ്ട്, ഹൗ ക്യാൻ യു ആൻസർ ഇറ്റ്? യു ക്യാൻ സേ, ഓ നത്തിങ് മച്ച്, ഐ എം ഡൂയിങ് വെൽ, ഓൾ ഗുഡ്, പ്രറ്റി ഗുഡ്, അങ്ങനെയൊക്കെ നമുക്കതിനെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോൺവെർസേഷൻ. അത് ഒരു ഗ്രീറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരാളെ കാണുമ്പം യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നൈസ് ടു മീറ്റ് യു, ലോങ് ടൈം ടു സീ യു എന്ന് പറയും. ബട്ട് അതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുക ഹേയ് ലോങ് ടൈം, അതായത് കുറേ ആയല്ലോ കണ്ടിട്ട് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹേയ് ലോങ് ടൈം. ദെൻ വാട്ട് ഹാവ് യു ബീൻ അപ് ടു, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ടേം. അത് കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, വാട്ട്സ് ഹാപ്പനിങ്. ദെൻ ഹൗ ആർ തിങ്സ്, ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ തിങ്സ്, അത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള രീതിയിൽ. ദെൻ ഇറ്റ്സ് ബീൻ എ വൈൽ, അതായത് കണ്ടിട്ട് കുറച്ചായല്ലോ, അതിൻ്റെ മീനിങ് ഇറ്റ്സ് ബീൻ എ വൈൽ. ദെൻ വാട്ട്സ് ന്യൂ, ഇതിൻ്റെയൊക്കെ ഒരു ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പറയാം നോട്ട് മച്ച്, നത്തിങ് മച്ച്, പ്രിറ്റി ഗുഡ്, ഓൾ ഗുഡ്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. സി, നോർമലി നമ്മളൊരാൾ ഹൗ ആർ യു, ഹൗസ് ഇറ്റ് ഡൂയിങ് എന്നൊക്കെ ചോദിക്കുമ്പം നോർമലി ഗിവ് ഐ എം ഫൈൻ, താങ്ക് യു, അങ്ങനത്തെ റെസ്പോൺസസ് ആണ് കൊടുക്കാറ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു ബാഡ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഫീലിംഗ് വെൽ, then you can answer it like I have been better. ഓക്കെ, അപ്പം ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗസ് ഇറ്റ് ഡൂയിങ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആൻഡ് യു ആർ നോട്ട് കീപ്പിംഗ് വെൽ, യു ക്യാൻ ആൻസർ ഇറ്റ് ലൈക്ക് ഐ ഹാവ് ബീൻ ബെറ്റർ. Okay, that is a negative response that a person can give for the question how are you.
അല്ലെങ്കിൽ ഹൗസ് ഇറ്റ് ഗോയിങ് അങ്ങനെ ഒരാൾ ചോദിക്കുമ്പം ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഗുഡ് ഓർ ഇഫ് യു ആർ നോട്ട് കീപ്പിംഗ് വെൽ യു ക്യാൻ ആൻസർ ഇറ്റ് ലൈക്ക് ഐ ഹാവ് ബീൻ ബെറ്റർ, ഐ ഹാവ് ബീൻ ബെറ്റർ. ഓക്കെ, അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, ഓ നിങ്ങളൊരാളോട് ചോദിക്കുന്നു ഹൗ ആർ യു ആൻഡ് ഹി ഓർ ഷി ആൻസേഴ്സ് ഇറ്റ് ലൈക്ക് ഐ ഹാവ് ബീൻ ബെറ്റർ, അതായത് ഷീ ഹാസ് സം പ്രോബ്ലം അല്ലെങ്കിൽ ഹി ഹാസ് സം പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആ കോൺവെർസേഷൻ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓ വാട്ട്സ് റോങ്, വാട്ട്സ് ഹാപ്പനിങ്, ഇസ് എവറിത്തിങ് ഫൈൻ, അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു നെഗറ്റീവ് റെസ്പോൺസാണ് ഐ ഹാവ് ബീൻ ബെറ്റർ അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഹാങ്ങിങ് ഇൻ ദെയർ, അങ്ങനെയൊക്കെ നമുക്ക് നെഗറ്റീവ് റെസ്പോൺസസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, then you have a practice test here between two friends. You have to go through those things. Then here I have mentioned some formal greetings and some informal greetings. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൗ ആർ യു, ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗസ് എവറിത്തിങ് ഗോയിങ്, ഹൗ ഹാവ് യു ബീൻ കീപ്പിംഗ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളത് ഹായ് ഹേ എന്ന് പറയാം, നമുക്ക് ഹായ് പറയാം, ഹേ വാട്സാപ്പ്, ഗുഡ് ടു സീ യു, ഹൗ ആർ തിങ്സ്, ഹൗസ് ഇറ്റ് ഗോയിങ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. റൈറ്റ്, then greeting a person whom you haven't seen for a long time, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ കാര്യങ്ങളൊക്കെ. അതായത് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മിയർ ആയിട്ട് ലോങ് ടൈം അങ്ങനെ പറയാം. ഓക്കെ, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം, ഓർ വാട്ട് ഹാവ് യു ബീൻ അപ് ടു ദീസ് ഇയേഴ്സ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു സീ യു, അങ്ങനെയൊക്കെ കുറച്ച് ടേംസ് ഒക്കെ പറയാം. ദെൻ ഇനി ഇൻഫോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വാട്സാപ്പ്, വാട്ട്സ് ന്യൂ, വാട്ട്സ് ഹാപ്പനിങ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതിനുള്ള ആൻസേഴ്സ്, ഇതിനുള്ള റെസ്പോൺസസ് നമ്മൾ എന്താ കൊടുക്കുക? ഒരാൾ നമ്മളെ കണ്ടിട്ട് ഹേയ് വാട്സാപ്പ്, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ക്യാൻ വി റെസ്പോണ്ട് ടു ഇറ്റ്? യു ക്യാൻ സേ ഓ നത്തിങ് മച്ച്, ഓൾ ഗുഡ്, ജസ്റ്റ് ദ യൂഷ്വൽ. ഇനി ഈ വാട്സാപ്പ് അല്ലെങ്കിൽ വാട്ട്സ് ന്യൂ അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ് ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇഫ് യു ഹാവ് എ നെഗറ്റീവ് റെസ്പോൺസ് ടു ഗിവ് ദം. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാം, ഓ വാട്സാപ്പ് എന്ന് ചോദിക്കുമ്പം നമ്മൾ ഓൾ ഗുഡ്, പ്രറ്റി ഗുഡ്, നമ്മൾ നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒരു ആൻസർ കൊടുക്കുക. നോർമലി എപ്പോഴും നമ്മൾ പോസിറ്റീവ് റെസ്പോൺസസ് ആണ് എല്ലാവർക്കും കൊടുക്കാറ്. ബട്ട് വെൻ യു ആർ ഇൻ എ സച്ച് എ വെരി ബാഡ് സിറ്റുവേഷൻ, നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ആൻസർ ഇറ്റ് ലൈക്ക് ഓ ഗോഡ്, ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റാഫ്, വിച്ച് മീൻസ് യു ആർ വെരി ബിസി. ഓക്കെ, ഓ ഗോഡ്, ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റാഫ്, ഐ എം വെരി ബിസി വിത്ത് ഓൾ ദി സ്റ്റാഫ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്, വെരി ബിസി എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എന്താണ്, കുഴപ്പമൊന്നുമില്ല, ലൈഫ് ഇസ് ഗോയിങ് ആസ് നോർമൽ, അങ്ങനെ പറയണേ, ഓ ജസ്റ്റ് ദ യൂഷ്വൽ തിങ്സ്, നത്തിങ് ന്യൂ, അങ്ങനെയൊക്കെ നമുക്ക് എന്തിനു പറയാം, വാട്സാപ്പിന് ഉള്ളൊരു റെസ്പോൺസായിട്ട് നമുക്ക് കൊടുക്കാം. Okay, then another session which we are going to handle in this class is wishing. ഗ്രീറ്റിങ്ങും വിഷിങ്ങും തമ്മിൽ പൊതുവേ വളരെ വ്യത്യാസം ഒന്നും പറയാനില്ല. ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, ഹേ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട്. വിഷ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു ഒക്കേഷൻസിലാണ് നമ്മൾ വിഷ് ചെയ്യാറ്. റൈറ്റ്, വെൻ സംബഡി ഹാസ് ഗോട്ട് ഹിസ് ബർത്ത്ഡേ ഓർ സംബഡി ഹാസ് സം ലോസ്, അല്ലെങ്കിൽ സംബഡി ഹാസ് സം സക്സസ്, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വിഷസ് നമ്മൾ കൺവേ ചെയ്യുക. വി കൺവേ അവർ റിഗാർഡ്സ് ആൻഡ് വിഷസ്. റൈറ്റ്, so here are some normal wishes that all of you make. See, I wish you good luck, best of luck, ഇതൊക്കെ നമ്മൾ നോർമലി കേൾക്കുന്നതാണ്. ഓക്കെ, and I have something different for you. See, how to wish someone who's very down. Okay, നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് ഇങ്ങനെ എൻകറേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഹേ ഫ്ലൈ ഹൈ. ഫ്ലൈ ഹൈ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ടേം യൂസ് ടു ബൂസ്റ്റ് ദ എനർജി ഓർ എൻകറേജ് സംവൺ. ഹേ ഫ്ലൈ ഹൈ എന്ന് വെച്ചാൽ come wake up, you have a lot of opportunities waiting for you, just go chase them. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഫ്ലൈ ഹൈ, സ്കൈസ് ദ ലിമിറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അപ്പം ഫ്രണ്ടിനോട് പറയണം, ഹേ wake up, fly high, you have an ocean of opportunities in front of you.
ആ ഒരു ടേം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഗുഡ് മോർണിംഗിനൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ആൻഡ് ഹി ഓർ ഷീ ഈസ് വെരി ടെൻസ്ഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മോർണിംഗ് തന്നെ വിളിച്ചിട്ട് അവരുടെ വിഷയം, ഹേ റൈസ് ആൻഡ് ഷൈൻ, വേക്ക് അപ്പ്, സ്റ്റാർട്ട് വർക്കിംഗ്, ഇറ്റ്സ് യുവർ ഡേ, ഇത് നിങ്ങളുടെ ദിവസമാണ്, സ്റ്റാർട്ട് വർക്കിംഗ്, അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും, റൈസ് ആൻഡ് ഷൈൻ. അത് ഗുഡ് മോർണിംഗിന് വേണ്ടി, ഗുഡ് മോർണിംഗ് പറയാനും നമുക്ക് ഈ ഒരു ടേം വേണമെങ്കിൽ യൂസ് ചെയ്യാം, റൈസ് ആൻഡ് ഷൈൻ, റൈസ് ആൻഡ് ഷൈൻ. ഓക്കെ. പിന്നെ നമ്മൾ ഒരാളൊരു ജേണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് പോവാണ്. ഓക്കെ. അപ്പം നമ്മൾ നോർമലി നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഹാപ്പി ജേർണി അല്ലെങ്കിൽ നമ്മൾ ബോൺ വോയേജ് അങ്ങനെയൊക്കെ നമ്മൾ നോർമലി പറയാറ്. ഓക്കെ. അതിന് പകരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ വേ ഓഫ് വിഷിംഗ് ആണ് ഗോഡ് സ്പീഡ്. ഗോഡ് സ്പീഡ്, GOD സ്പീഡ്, ഗോഡ് സ്പീഡ്. ഓക്കെ. ഗോഡ് സ്പീഡ് എന്ന് വെച്ചാൽ ഹാപ്പി ജേർണി എന്നുള്ളത് മീനിങ് ആണ്. ഓക്കെ. ഗോഡ് സ്പീഡ്, ദാറ്റ്സ് എൻ അമേരിക്കൻ വേ ഓഫ് വിഷിംഗ് ഹാപ്പി ജേർണി. റൈറ്റ്. ദെൻ വേറൊരു ഐറോണിക് ആയിട്ട് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒരാളെ വിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് എ ലെഗ്. ഗോ ബ്രേക്ക് ദ ലെഗ്. അതായത് നമ്മൾ പറയാറില്ലേ അടിച്ചു പൊളിക്കുക. അതിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. എന്തടിച്ചു പൊളിക്കാനാണ് നമ്മൾ വിചാരിക്കും. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് കംസ് ഇൻ ടു അവർ യൂസ് ആൻഡ് വി സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ഇൻ എ നോർമൽ വേ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു നമ്മൾ നോർമലി പറയാറുണ്ട്. സെയിം മീനിങ് ആണ് ബ്രേക്ക് എ ലെഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സംബടി ഈ ബ്രേക്ക് എ ലെഗ് നോർമലി സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പെർഫോം ചെയ്യാനോ അങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ എന്താ പറയുക, പോയി അടിച്ച് തിമിർത്ത് വാ നമ്മൾ പറയില്ലേ, ദാറ്റ് ഇസ് ദ ടേം ബ്രേക്ക് എ ലെഗ്. ഓക്കെ. ആ ഒരു മീനിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗോ ബ്രേക്ക് ദ ലെഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗോ ഗോ ആൻഡ് റോക്ക് ദ പെർഫോമൻസ്, അതൊക്കെയാണ് ആ ഒരു ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡു വാട്ട് യു ഹാവ് ടു ഡു, അല്ലെങ്കിൽ ഗോ ആൻഡ് റോക്ക് ഇറ്റ്, ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ആ കാര്യങ്ങളൊക്കെയാണ് ഗോ ബ്രേക്ക് ദ ലെഗ് എന്നുള്ള ഒരു ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടേംസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം നമ്മൾ ക്ലീഷേഡായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്ത് വരുന്ന ടേംസിൽ നിന്നൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സി എ ലോട്ട് ഓഫ് തിങ്സ്, ലോട്ട് ഓഫ് സച്ച് ടേംസ് ആർ അവൈലബിൾ. യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഒരുപാട് ടേംസ് ഉണ്ട് നിങ്ങളുടെ കോൺവെർസേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അമേരിക്കൻസ് യൂസ് ചെയ്യുന്നതും ബ്രിട്ടീഷേഴ്സ് യൂസ് ചെയ്യുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള ഗ്രീറ്റിങ്സ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഗോഡ് സ്പീഡ് എന്ന് വെച്ചാൽ അമേരിക്കൻ വേ ഓഫ് വിഷിങ് സമ്മൺ ആണ്. ഇപ്പം നമ്മൾ ബ്രിട്ടീഷേഴ്സ് ചിലപ്പോൾ വേറെ രീതിയിൽ യൂസ് ചെയ്യും. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന പല ടേംസും നമ്മൾ യൂസ് ചെയ്യും. നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. ഓക്കെ. അപ്പം ഒരുപാട് അങ്ങനത്തെ ടേംസ് ഉണ്ട് നിങ്ങൾക്ക് വിഷ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും ഒക്കെ. റൈറ്റ്. ദെൻ വിഷിങ് സമ്മൺ, പിന്നെ ഞാൻ പറഞ്ഞു വിഷ് ചെയ്യുക പലപ്പോഴും ഒക്കേഷൻസിലാണെന്ന്. റൈറ്റ്. ഇപ്പോൾ ഒരു ബർത്ത്ഡേ വരാണ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാം, ഹാപ്പി ബർത്ത്ഡേ, ദാറ്റ് ഈസ് വാട്ട് വി ഡു. അതിന് നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഐ വിഷ് യു എ ബ്രില്യൻ ഇയർ അഹെഡ്, ഐ വിഷ് യു എക്സെപ്ഷണൽ ഇയർ അഹെഡ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിലോട്ട് കൂട്ടിയിട്ട് നമുക്ക് പറയാം. ജസ്റ്റ് മിയർ ഹാപ്പി ബർത്ത്ഡേ പറയുന്നതിന് പകരം യു ക്യാൻ ആഡ് സംതിങ് ലൈക്ക് ദിസ്, ഐ വിഷ് യു എ ബ്രില്യൻ ഇയർ അഹെഡ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ഇയർ അഹെഡ്. റൈറ്റ്. ദെൻ യു ഹാവ് എ വെഡിങ്, your friend got married off and you can say congratulations or happy married life. That is the normal thing that you used to wish them, right? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, I wish you a lifetime of joy together, I wish you a lifetime of joy together. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആ കപ്പിൾസിനെ നമുക്ക് വിഷ് ചെയ്യാം. ദെൻ സംബഡി ഹാസ് ഗോട്ട് സം ലോസ്, ആരോ മരിച്ചുപോയി അല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു. അപ്പം നമുക്കതിനും പറയാം ഐ എം സോറി ഫോർ യുവർ ലോസ്. അത് നമ്മൾ നോർമലി പറയുന്ന കാര്യമാണ്, ഐ എം സോറി ഫോർ യുവർ ലോസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, മരണമാണെങ്കിൽ മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് എന്ന് പറയാം. അല്ലെങ്കിൽ അവരെ കൺസോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാം, പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു മോഡിഫൈഡ്, കുറച്ചുകൂടി ഒരു മോഡസ്റ്റ് ആയിട്ട്, കുറച്ചുകൂടി ഒരു പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് സമ്മൺ ഇസ് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു. പിന്നെ അസുഖമൊക്കെ വരുമ്പോഴും ഒരാൾ അസുഖമായിട്ട് കിടക്കുമ്പോഴും ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുന്നതിനും, ഗെറ്റ് വെൽ സൂൺ നമ്മൾ നോർമലി പറയുന്നതാണ്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു. അങ്ങനെ ഒക്കേഷൻസിൽ പല വിഷസും നമ്മൾ പറയും. അപ്പം മിയർ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ, ഐ എം സോറി പറയുന്നതിന്
മാറ്റിയിട്ട് കുറച്ചുകൂടി ന്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ നമ്മുടെ ലാംഗ്വേജിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പം ലാംഗ്വേജ് ബിക്കം മോർ ബ്യൂട്ടിഫുൾ ആൻഡ് വൈബ്രൻറ്റ്. ഓക്കെ, so that's all for today. I hope it's ഗ്രീറ്റിങ്ങും വിഷിങ് ടേംസും ഫ്രേസസും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും അല്ല ഉള്ളത്, ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ യു ഗൂഗിൾ ഇറ്റ്, സെർച്ച് ഇറ്റ് ആൻഡ് എക്സ്പ്ലോർ ദ ലാംഗ്വേജ്. സോ താങ്ക് യു.